ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു മീൻകറിയുടെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ മീൻകറി തയ്യാറാക്കുന്നതിനായിട്ട് മീൻ ഇവിടെ കഴുകി വൃത്തിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. 700 ഗ്രാമാണ് മീൻ എടുത്തിരിക്കുന്നത്. ഇനിയൊരു ചട്ടി തീയിലേക്ക് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുകൊന്ന് പൊട്ടി വന്ന് തുടങ്ങുമ്പോഴേക്കും നമുക്കതിലേക്ക് ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന കറിവേപ്പിലയാണ്. കൂടെ തന്നെ ചെറിയുള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് ചെറുതായിട്ട് വഴണ്ടി തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നു കഴിയുമ്പോഴേക്കും അതിലോട്ട് നമുക്ക് 3 പച്ചമുളക് മുറിച്ച് വെച്ചിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചെറുതായിട്ടൊന്ന് വഴണ്ടി തുടങ്ങുമ്പോഴേക്കും നമുക്കതിലോട്ട് നമ്മൾ മുറിച്ച് മാറ്റി വെച്ചിരുന്ന തക്കാളി, ഒരു തക്കാളിയുടെ പകുതിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, അതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. തക്കാളി ഇവിടെ നല്ലതുപോലെ വഴണ്ടി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യമേ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മുളക് പൊടിയാണ്. ഞാനിവിടെ 5 സ്പൂണ്, ടേബിൾ സ്പൂൺ എന്ന് പറയാൻ പറ്റത്തില്ല, 5 സ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. പൊടികളെല്ലാം നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഇനി ഈ പൊടികളിലേക്ക് പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. മീൻകറി വയ്ക്കുന്നതിനായിട്ട് പുളി ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. ആ പുളിവെള്ളം നമുക്ക് ഇതിലേക്കിനി ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ പുളിവെള്ളം വെച്ചിരുന്ന ആ പാത്രത്തിന് തന്നെ 4 പാത്രം വെള്ളം കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മീൻകറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വെച്ച് അരപ്പ് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അരപ്പ് ഇവിടെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന മീൻ ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ചാനലിൽ വീഡിയോ ഇട്ടിട്ട് കുറച്ച് ആയല്ലേ, ഇടയ്ക്കൊരു ഗ്യാപ്പ് വന്നു. എനിക്ക് ചുമയൊക്കെ വന്നിട്ട് അങ്ങോട്ട് സൗണ്ടൊക്കെ കട്ടായി പോകുമായിരുന്നു, അങ്ങോട്ട് വോയിസ് ഒന്നും കൊടുക്കാനായിട്ട് പറ്റാത്ത രീതിയിൽ. അതുകൊണ്ടാണ് ഇടയ്ക്കൊരു ഗ്യാപ്പ് വന്നത് കേട്ടോ. ഇപ്പോൾ മീൻ നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ മീൻ ഇവിടെ ഏകദേശം വെന്ത് റെഡിയായിട്ടുണ്ട്. നമുക്കിനി അതിൻ്റെ ചാറൊക്കെ ഒന്ന് വറ്റിക്കുന്നതിനായിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഞാൻ മീൻകറിക്കകത്ത് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മീൻകറിയിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുത്ത് മീനൊന്ന് ചുറ്റിച്ച് വാങ്ങി വയ്ക്കുക. അങ്ങനെ മീൻ വറ്റിച്ചത് ഇവിടെ റെഡിയായിട്ടുണ്ട്. നമുക്ക് ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കിച്ചണിൽ കുറച്ച് വെളിച്ചം കുറവാണ്, അതുകൊണ്ട് ഞാനിത് പുറത്ത് വെച്ചിട്ടാണ് ഈ ഒരു ഭാഗം ഷൂട്ട് ചെയ്തത്. അതാ കുറച്ചുകൂടി കളർ ഫീൽ ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചാനൽ ഫോളോ ചെയ്യുകയും ചെയ്യുക. സീ യു അഗെയിൻ. താങ്ക് യു.